നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് മെയ് 1 രാത്രി വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഇതിൻ്റെ ചില നക്ഷത്രക്കാർ, അതായത് ചില രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം മാറിയത് കൊണ്ട് ഗുണങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, നമ്മൾ അനുഭവയോഗം കുറവായിരിക്കാം. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാർക്ക് ആ അനുഭവയോഗം ജീവിതത്തിൽ വരാൻ വേണ്ടിയും കൂടിയാണ്, എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്കും ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അതിന് ചെയ്യേണ്ട പ്രതിവിധികളെ കുറിച്ചായിരിക്കും ഈ വീഡിയോ. കാരണം ചില നക്ഷത്രക്കാർക്ക് വ്യാഴം മാറിയതോട് കൂടിയിട്ട് നല്ല കാലങ്ങൾ വരും. എന്നാൽ നമ്മുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകത്തിൽ വ്യാഴം എവിടെയാണ് നിൽക്കുന്നത്, ലഗ്നാൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം വ്യാഴത്തിൻ്റെ അവസ്ഥ മോശമായാൽ നമ്മുടെ ജീവിതത്തിൽ അത്ര ദൈവാധീനക്കുറവ് വന്നുകൊണ്ടേയിരിക്കും. അത് കാരണം തന്നെ നമ്മുടെ പല കാര്യങ്ങൾക്കും ഒരു മുടക്കം വരും, ഒന്നും വേണ്ട രീതിയിലാണ് നടക്കില്ല. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അത് പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ മാസവും കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ശക്തയ പൂജ, പുഷ്പാഞ്ജലി ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം എവിടെയാണ് നിൽക്കുന്നത് എന്നും കൂടി രേഖപ്പെടുത്തുക. ഒരാളുടെ ജാതകത്തിലെ ഭാഗ്യം, ദൈവാധീനം, അനുഭവ യോഗങ്ങൾ, ലഭിക്കുന്ന അവസരങ്ങൾ, അത് പ്രയോജനപ്പെടുത്താനുള്ള അവസ്ഥ മുതലായവയെല്ലാം നമുക്ക് വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. കാരണം ഈ വ്യാഴം നിൽക്കുന്ന അവസ്ഥ, മറ്റെല്ലാ ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവയോഗം കുറയുമെന്നാണ് പറയുന്നതല്ല, അത് അനുഭവത്തിലുള്ളത് തന്നെയാണ്. ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഒരു ദൈവാധീനക്കുറവ് വരും. അതുപോലെ തന്നെ വ്യാഴം ജാതകത്തിൽ 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല, ദോഷമായിട്ട് പല കാര്യങ്ങളും അനുഭവത്തിൽ വരാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. 2026 ജൂൺ 2 മിഥുനം രാശിയിൽ നിന്നും വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വന്നു രാത്രി. അപ്പോൾ ഇപ്പോൾ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം, ഉച്ചരാശി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രഹത്തിന് ഉച്ചരാശി, എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചരാശിയുണ്ട്. പക്ഷെ ഒരു ഗ്രഹത്തിന് ഉച്ചരാശിയിൽ എത്തുമ്പോൾ അതിന് ഏറ്റവും പവർഫുള്ളായ ഒരു കഴിവുണ്ടായിരിക്കും, ഏറ്റവും ശക്തമാനായിരിക്കും ആ ഗ്രഹം. ഒരു ഗ്രഹത്തിന് ഏറ്റവും ശക്തി കൂടിയ രാശിയാണ് ഉച്ചരാശി. അപ്പൊ ഈ ഉച്ചരാശിയിൽ എത്തുന്ന ഗ്രഹം അതിന് അനുകൂലമായ ഭാവങ്ങളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഗുണങ്ങൾ അത് നൽകും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റെല്ലാ ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമാണെങ്കിൽ വ്യാഴം ജാതകത്തിൽ ദോഷകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവ യോഗം കുറയും എന്നാണ് പറയുക. നമ്മൾ പലതിനും വേണ്ടി ശ്രമിച്ചാലും അത് വേണ്ട രീതിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. നമ്മൾ ചില കഠിനാധ്വാനം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം, നല്ല നല്ല ഡിഗ്രികളും അതുപോലെ വലിയ വലിയ കോഴ്സുകളൊക്കെ ചെയ്തവരായിരിക്കാം. അവർക്ക് അത് വേണ്ട സമയത്ത് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും അവർക്ക് ആ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവില്ല. അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ജാതകത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി മോശമായത് കൊണ്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഇന്ന നക്ഷത്രക്കാർക്ക് ഗുണങ്ങളുണ്ട് എന്നത്. എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴം മാറിയതോട് കൂടിയിട്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ദോഷകരമായി വരും, അല്ലെങ്കിൽ നമുക്കത് ആ ദോഷം മാറിയിട്ട് ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ
വ്യാഴത്തിന്റെ സ്ഥിതി നന്നായി വരട്ടെ. എല്ലാം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതോടുകൂടി ജീവിത വിജയം ഉണ്ടാവട്ടെ. പഠിച്ചവർക്കെല്ലാം നല്ല ജോലി ലഭിക്കട്ടെ. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ. സാമ്പത്തിക ശേഷി ഉണ്ടാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ, സഫലീകരിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ രാശിക്കാരാണെന്ന് നോക്കാം. ഇനി ഈ കൂറിൽ പറയുന്ന നക്ഷത്രക്കാര് ഞാൻ അവസാനം വീഡിയോയുടെ അവസാനം പിന്നെ ദോഷ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഗുണങ്ങൾ അനുഭവത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി കേട്ടിട്ട് ചെയ്യേണ്ടതാകുന്നു. അതിലാദ്യത്തെ രാശിയാണ് ഇടവം രാശി. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, അര നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ സ്ഥിതി അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ അതിന്റെ പരിഹാരങ്ങൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് കർക്കടം രാശി. കർക്കടം രാശിയിൽ വരുന്ന പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും ഈ സ്ഥിതി അത്ര ഗുണകരമായിരിക്കില്ല വ്യാഴത്തിന്റെ. അതുപോലെ തന്നെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രം, കാൽഭാഗം നക്ഷത്രക്കാർക്കും സ്ഥിതി അത്ര ഗുണകരമല്ല. അതുപോലെ തന്നെയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ നക്ഷത്രക്കാർക്കും അത്ര ശ്രേഷ്ഠമല്ലാത്ത ഒരവസ്ഥയായിരിക്കും വ്യാഴത്തിന്റെ ഈ ഒരു രീതിയിലുള്ള സ്ഥിതി. അതുപോലെ തന്നെയാണ് അടുത്ത രാശിയും നക്ഷത്രവുമാണ് ധനുക്കൂറ്. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന ഈ ധനുക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ സ്ഥിതി ഗുണകരമാകണമെങ്കിൽ വീഡിയോയുടെ അവസാനം ചില പരിഹാരങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി കേട്ടിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. എല്ലാ അനുഭവ യോഗങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. അടുത്ത രാശിയാണ് കുംഭക്കൂറ്. കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതിരെ ആദ്യ മുക്കാൽ ഭാഗം ചേർന്ന ഈ കൂറുകാർക്കും വ്യാഴത്തിന്റെ സ്ഥിതി അത്ര ഗുണകരമല്ല. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു പരിഹാരവും പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾ ഈ പറയുന്ന നക്ഷത്രക്കാരെല്ലാവരും ഇത് ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ഈ നക്ഷത്രക്കാരെല്ലാവരും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഈ നക്ഷത്രക്കാർ മാത്രമല്ല, ഗുണങ്ങളുള്ള നക്ഷത്രക്കാരും ചെയ്യുന്നത് നന്നായിരിക്കും, ഗുണം ഇരട്ടിക്കും. എങ്കിൽ പോലും ഈ നക്ഷത്രക്കാർ എന്തായാലും ചെയ്യുക വ്യാഴാഴ്ച വ്രതം. അതേപോലെ നാരായണീയ കവചം ഇത് ജപിക്കുന്നത് നന്നായിരിക്കും. ലക്ഷ്മി നാരായണ സ്തോത്രം ജപിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ വിഷ്ണു സഹസ്രനാമം സ്തോത്രങ്ങൾ ജപിക്കുന്നത് നന്നായിരിക്കും. ഇത് ഭക്തിപൂർവ്വം പാരായണം ചെയ്യാനാണ് പറയുന്നത്. നല്ല രീതിയിൽ വെറുതെ നമ്മൾ ജപിച്ചുകൊണ്ടായില്ല. പക്ഷെ അത് ഭഗവാനെ മനസ്സിരുത്തിയിട്ട്, വിഷ്ണു ഭഗവാനെ മനസ്സിരുത്തിയിട്ട് നല്ല രീതിയിൽ പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഗുരുവായൂര്, തിരുപ്പതി, അമ്പലപ്പുഴ തുടങ്ങിയ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ഈ ദോഷകാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ വഴിപാടുകൾ നടത്തുക. എവിടെ പോയാലും നല്ല രീതിയിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഭഗവാൻ വിഷ്ണുവിന് മഞ്ഞപ്പട്ടുടയാണ് ചാർത്തിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ സ്വർണം കൊണ്ടുള്ള ഏതെങ്കിലും ആഭരണങ്ങൾ ധരിക്കുന്നതും ഈ ദോഷങ്ങൾ കാഠിന്യം കുറയ്ക്കാൻ നല്ലതായിരിക്കും. അതേപോലെ മഞ്ഞ നിറം കലർന്ന വസ്ത്രങ്ങൾ, നമ്മൾ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും നന്നായിരിക്കും. അതേപോലെ ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്നത് നന്നായിരിക്കും. ഇതിന്റെ ഗായത്രി ഉണ്ട്, ഗുരുഗായത്രി എന്ന് പറയുക. അത് ജപിക്കുന്നതും നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വരുന്നതായിരിക്കും. അതുപോലെ ഗുരുദോഷശാന്തിക്ക് സഹായകരമായ ഒരു കർമ്മം കൂടിയാണ് ഈ സ്തോത്രം ജപിക്കുന്നത്. അതായത് ജാതക പ്രകാരം ദശ, അപഹാരം ഇതൊക്കെ നോക്കിയിട്ട് ഒരു ജ്യോത്സ്യനെ കണ്ടിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. ആ നിർദ്ദേശപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വ്യാഴത്തിന്റെ ദോഷകാഠിന്യം അനുഭവത്തിൽ വരുന്നതായിരിക്കില്ല. അതുകൊണ്ട് ആ ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാണ്ട് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്തും. വ്യാഴം ദോഷകാഠിന്യത്തിൽ പോയാൽ വളരെ കടുത്ത ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ അറിയുക. അതുപോലെ വ്യാഴദോഷം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ജാതകം നോക്കിയിട്ട് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന് ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യേണ്ടതാകുന്നു. അല്ലെങ്കിൽ ദോഷകാഠിന്യം വർദ്ധിക്കുന്നതാണ്. വ്യാഴത്തിന്റെ ജനനത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ മാനസപുത്രനായ അങ്കിരസ് മഹർഷിക്ക് വസുതിയിൽ പിറന്ന പുത്രനാണത്രേ വ്യാഴം. കഠിനമായ തപചര്യയിലൂടെ വ്യാഴം തന്റെ ദിവ്യശക്തികളും ഉന്നത വിദ്യകളും കരസ്ഥമാക്കി എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ദേവന്മാരുടെ ഗുരുവായി തീർന്നത് എന്ന് പറയപ്പെടുന്നു. ഈ ദേവഗുരുവാണ് വ്യാഴം.
ശിവന്റെ ശുപാർശ പ്രകാരം അത്രേ ബ്രഹ്മാവ് വ്യാഴത്തെ ഗ്രഹമാക്കിയത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്രയും ശക്തിയുള്ള ഒരു ഗ്രഹമാണ്. ശുഭത്വം നൽകാൻ തുടങ്ങിയാൽ ഏറ്റവും ഗുണകരമായ ശുഭത്വങ്ങൾ നൽകുന്ന ഒരു ഗ്രഹം തന്നെയാണ്. മറ്റു ഗ്രഹങ്ങളെല്ലാം ദോഷസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി അങ്ങോട്ട് പതിച്ചാൽ ആ ദോഷകാഠിന്യം കുറയുന്നതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും വ്യാഴത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. എന്തു തന്നെയായാലും നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് ഒരു ജ്യോത്സ്യനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. വ്യാഴത്തിന്റെ അവസ്ഥ എന്താണോ അറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ദോഷവശങ്ങൾ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ അനുഭവ യോഗങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്